John the Gospel, chapter 9, verse 4. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരും. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. I must work the works of him that sent me while it is day. The night cometh when no man can work. I must work the work of him that sent me while it is day. The night cometh, no man can work. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. Bible divides times as a different dispensations. വേദപുസ്തകം കാലങ്ങളെ വിവിധങ്ങളായ യുഗങ്ങളാക്കി തരംതിരിക്കുന്നു. And we study in a 10 different dispensation. 10 യുഗങ്ങളായി നാം അതിനെ പഠിക്കുന്നുവല്ലോ. Former eternity. മുൻപിന അനാദിനിത്യത. And including angelic period. അത് ദൂതന്മാരുടെ യുഗം കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. Period of innocence. നിഷ്കൺമൻഷ യുഗം. Period of conscience. മനസാക്ഷി യുഗം. Period of law. ന്യായപ്രമാണ യുഗം. Transition period. സങ്കലന യുഗം. Grace period. കൃപായുഗം. Tribulation period. ഉപദ്രവകാലം. Great tribulation period. മഹോപദ്രവകാലം. Millennial period. സഹസ്രാബ്ദ വാഴ്ച. Latter eternity. വരുവാനുള്ള നിത്യത. Like that, we can differentiate into 10 categories. ഇങ്ങനെ 10 യുഗങ്ങളായി നമുക്ക് തരംതിരിപ്പാൻ കഴിയും. People of this world, they categorize into summer, winter, rainy, autumn, like that, different seasons. ഇങ്ങനെ ലോകത്തിലുള്ള ജനങ്ങളാകുന്നവരും വേനൽക്കാലം, മഴക്കാലം, ഇങ്ങനെ വസന്തകാലം, ഇങ്ങനെയൊക്കെയും തരംതിരിക്കാറുണ്ട്. BC, AD, like that. നാം സമയത്തെ അല്ലെങ്കിൽ കാലങ്ങളെ AC എന്നും AD എന്നും BC എന്നും പറയുന്നു. So many ways it is divided. ഇങ്ങനെ പലതരത്തിൽ കാലങ്ങളൊക്കെയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. But here, Jesus speaks in a different way. എന്നാൽ ഇവിടെ യേശു വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. He says day and night. ഇവിടെ പറഞ്ഞിരിക്കുന്നു പകലെന്നും രാത്രിയെന്നും. He has divided in this way day and night. ഇപ്രകാരമാകുന്നു അവൻ വേർതിരിച്ചിരിക്കുന്നത് പകലെന്നും രാത്രിയെന്നും. I must work the work of him that sent me while it is day. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. God the Father has sent me. പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. As long as I'm in this world, it is day for me. ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം അതെനിക്ക് പകലാകുന്നു. So soon night time comes. എത്രയും വേഗം രാത്രി വരുവാൻ പോകുന്നു. That time no one can work. ആ സമയത്ത് ആർക്കും പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. Unto each and every one of us a set time has given. നമുക്ക് ഓരോരുത്തർക്കും തന്നെ നിയമിക്കപ്പെട്ട ഒരു കാലയളവ് തന്നിരിക്കുന്നു. We are sent by God. നാം ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു. We by ourselves have not come. നാം തന്നെ തനിയെ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. But God with a purpose he has sent in this world. ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടെ നമ്മെ ഇവിടെ അയച്ചിരിക്കുന്നു. That purpose must be fulfilled in each and every one of our life. നമ്മുടെ ഓരോ വ്യക്തി ജീവിതങ്ങളിലും ആ നിർണയം പൂർത്തീകരിക്കപ്പെടണം. When that purpose is fulfilled, that is the best life what we can offer unto God. ആ ഉദ്ദേശം നിറവേറ്റപ്പെടുന്നുവെങ്കിൽ അത് തന്നെയാകുന്നു ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം. But many they don't understand and they don't categorize into day and night, but they simply as a worldly people see in these days. പലരും ഈ നാളുകൾ പകലെന്നും രാത്രി എന്നും വേർതിരിക്കാതെ ലോകത്തിലെ ജനങ്ങൾ അത് വേർതിരിക്കുന്ന വണ്ണം തന്നെ അതിനെ വേർതിരിച്ച് കാലങ്ങൾ കടന്നു പോകുന്നു. Night no one can work. രാത്രിയിൽ ആർക്കും തന്നെ പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. Day itself we can work. പകലിൽ മാത്രമേ പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂ. He encourages, this is the day, work now itself. ഇത് തന്നെയാകുന്നു ദിനം, ഇന്നേ ദിവസം പ്രവർത്തിച്ചു കൊള്ളുക എന്ന് അവൻ നമുക്ക് ധൈര്യം തരുന്നു. Literally every day we get daytime and night time. ഓരോ ദിവസം നോക്കുമ്പോൾ അക്ഷരികമായി തന്നെ പകൽ സമയം രാത്രി സമയം നമുക്ക് ലഭിക്കുന്നു. It repeats. അത് വീണ്ടും ആവർത്തിക്കുന്നു. But it is not in a spiritual sense. Jesus doesn't speak about this day and night. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ യേശു ഇങ്ങനെയുള്ള ആവർത്തിക്കുന്ന രാത്രിയും പകലിനെ കുറിച്ചല്ല പറയുന്നത്. Jesus lived 33.5 years in this world. യേശു ക്രിസ്തു ഈ ലോകത്തിൽ 33.5 വർഷം ജീവിച്ചു. For unto him 3.5 years allowed to work the work of God. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ യേശുക്രിസ്തുവിനെ അനുവദിച്ച കാലഘട്ടം 33.5 വർഷമായിരുന്നു. In 33.5 years, 30 years he obeyed his parents. 33.5 വർഷത്തിൽ 30 വർഷവും താൻ മാതാപിതാക്കൾക്ക് അനുസരിച്ച് കീഴടങ്ങിയിരുന്നു. He helped his family. തന്റെ കുടുംബത്തെ താൻ സഹായിച്ചു. And he would have lost his father before time itself. സമയത്തിന് മുമ്പേ തന്റെ പിതാവിനെ നഷ്ടപ്പെട്ട് കാണും. His name is not repeated after some time. തന്റെ പിതാവിന്റെ പേർ വീണ്ടും കുറച്ചു നാളിന് ശേഷം ആവർത്തിക്കപ്പെടുന്നില്ല. After 12 years of age, father's name is not mentioned.
യേശുവിന് 12 വയസ്സായതിനു ശേഷം യേശുവിന്റെ പിതാവിന്റെ പേര് വീണ്ടും വേദപുസ്തകത്തിൽ So പരാമർശിക്കപ്പെട്ടു. he had to take care of his mother and family. അതുകൊണ്ട് തന്റെ മാതാവിനെയും കുടുംബത്തിന്റെ കാര്യങ്ങൾ താൻ തന്നെ നോക്കേണമായിരുന്നു. And sincerely he did that. പരമാർത്ഥമായി താൻ അത് ചെയ്തു. He obeyed as well as he labored and he endured all sufferings. He knew what is hardship. താൻ അനുസരിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് മാത്രമല്ല എന്താകുന്നു കഠിനാധ്വാനം എന്നൊക്കെയും താൻ നന്നായി അറിഞ്ഞു. 3.5 years given to him. 3.5 വർഷം തനിക്ക് നൽകപ്പെട്ടു. Even in that 3.5 years, ആ 3.5 വർഷത്തിനുള്ളിലും proportionately when we see, half of the time went as a night time. അനുവാദികമായി നോക്കുമ്പോൾ അതിൽ പകുതി സമയം രാത്രി സമയമായി കടന്നുപോയി. Just above 1.5 year, he got time to work. അല്ലെങ്കിൽ 1.5 വർഷത്തിൽ കുറച്ചുകൂടെ കൂടുതൽ തനിക്ക് പ്രവർത്തിപ്പാൻ അല്ലെങ്കിൽ പകലിന്റെ സമയം ലഭിച്ചു. In that also, how many would have come into his presence, we don't know. മാത്രമല്ല ആ സമയത്തിനുള്ളിൽ തന്റെ ആ സാന്നിധ്യത്തിലേക്ക് എത്ര പേർ കടന്നുവെന്നൊന്നും നാം അറിയുന്നില്ല. It is not told unto him, only 3.5 years for you. നിനക്ക് 3.5 വർഷം മാത്രമേ ഉള്ളൂ എന്നല്ല തന്നോട് പറയപ്പെട്ടത്. He came in this world as a human being. അവൻ ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി കടന്നു വന്നു. Every day, it was revealed unto him what he is supposed to do. ഓരോ ദിവസവും താൻ ആ ദിവസം എന്ത് ചെയ്യണമെന്ന് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. Therefore, he went to the presence of God. He asked counsel from God. അതുകൊണ്ട് താൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ചു. Every morning, he prayed to God and got counsel, guidance, and revelation according that he did. നന്നാ രാവിലെ താൻ ദൈവത്തോട് ചോദിക്കും. അന്നത്തെ ദിവസത്തിന് വേണ്ട ആലോചനയും നടത്തിപ്പും പ്രകാരം താൻ അന്നത്തെ ദിവസം ജീവിച്ചു. It was not revealed unto him entire future. മുഴുവൻ ഭാവി ഒറ്റയടിക്ക് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. Though he was God, താൻ ദൈവമായിരുന്നിട്ടും unto him many things were kept in secret. തനിക്ക് തന്നെ അനേക കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടു. That's why it is written, അതുകൊണ്ടാകുന്നു ഇങ്ങനെ the എഴുതിയപ്പെട്ടിരിക്കുന്നത്. day and time no one knows, even the Son of God. Only God the Father knows. ആ സമയവും കാലവും മനുഷ്യപുത്രന് പോലും അറിയുന്നില്ല, പിതാവായ ദൈവം ഒഴികെ ആർക്കും അറിയുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. About his life, about his ministry also, certain things kept a secret. തന്റെ ശുശ്രൂഷയുടെ ചില ഭാഗങ്ങളും തന്നെ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടു. What he did, എന്താകുന്നു യേശു ചെയ്തത്? with all his strength, തന്റെ മുഴുവൻ ശക്തിയോടെ, with all his heart, തന്റെ മുഴുവൻ ഹൃദയത്തോടെ, with all his might, തന്റെ ബലത്തോടെ he loved God. താൻ ദൈവത്തെ സ്നേഹിച്ചു. He prayed to God. ദൈവത്തോട് പ്രാർത്ഥിച്ചു. God gave counsel. ദൈവം ആലോചന നൽകി കൊടുത്തു. Without fail, every day he was fulfilling the Father's plan. ഒരു ദിവസം പോലും വിടാതെ തന്നെ എല്ലാ ദിവസവും ദൈവത്തിന്റെ പദ്ധതി താൻ നിറവേറ്റിക്കൊണ്ടിരുന്നു. He did not delay even a single minute. ഒരു മിനിറ്റ് പോലും താൻ അതിന് വൈകിപ്പിച്ചില്ല. Or nothing which was in the mind of God was left. അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒന്നും താൻ വിട്ടുകളഞ്ഞില്ല. In such a way, he was attentively, he heard it and fulfilled through his life and ministry. അങ്ങനെ തന്റെ ജീവിതത്തിലൂടെ ശുശ്രൂഷയിലൂടെ താൻ ശ്രദ്ധാപൂർവം കേട്ട് അത് നിവർത്തിച്ചു. When he came into this well, ഇഹലോകത്തിലേക്ക് അവൻ വന്നപ്പോൾ he said unto God the Father, പിതാവാ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു. in the book of Hebrews chapter 10, when we read, എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, behold, I come to do thy will, O God. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. With that confession, he came. അപ്രകാരമുള്ള ഒരു ഏറ്റുപറച്ചിലോടുകൂടെ താൻ കടന്നു വന്നു. Then said I, lo, I come in the volume of book, it is written of me to do thy will, O God. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. In verse 5, wherefore when he cometh into the world, he saith, sacrifice and offerings thou wouldest not, but a body hast thou prepared. അതുകൊണ്ട് 5-ാം വാക്യത്തിൽ, ആകിയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. To do the will of God, with that desire, God has prepared a body. In this body, I have to fulfill that plan and that purpose, that will. With that motto, he came into this world and did it. ദൈവം എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഈ ശരീരത്തിൽ തന്നെ ദൈവത്തിന്റെ പൂർണ്ണഹിതം ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ താൻ കടന്നു വന്നു. Therefore, along with that, God the Father helped him to do the will of God in full pressure. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവത്തിന്റെ ഹിതം യേശു നിറവേറ്റേണ്ടതിനായി തന്നെ പൂർണ്ണമായ തോതിൽ സഹായം യേശുവിന് കൊടുത്തു. Within 3.5 years, he could finish that entire plan of God. 3.5 വർഷത്തിനുള്ളിൽ തന്നെ ദൈവത്തിന്റെ പൂർണ്ണ പദ്ധതി നിറവേറ്റുവാൻ അതുകൊണ്ട് യേശുവിന് സാധിച്ചു. It was not announced unto him, but in a full ratio he did it. Therefore, he could finish on time.
അത് മുൻപേ തനിക്ക് അറിയിച്ചിരുന്ന അല്ല, എന്നാൽ ആ അനുപാതികമായി നോക്കുമ്പോൾ തന്നെ ആ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ആ ദൈവിക പദ്ധതി അവനെ നിറവേറ്റുവാൻ അതുകൊണ്ട് കഴിഞ്ഞു. Even in our life, നമ്മുടെ ജീവിതത്തിലും God has given a time, ദൈവം നമുക്കൊരു സമയത്തെ തന്നിരിക്കുന്നു. but we are just prolonging the time. എന്നാൽ നാമോ അതിനെ വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കും. We are wasting many of our times. നമ്മുടെ സമയത്തെ നാം വൃഥാമാക്കുന്നു. Within the stipulated time, we did not finish it. നമുക്ക് നിയമിക്കപ്പെട്ട സമയത്തിനുള്ളിൽ കാര്യങ്ങൾ നിറവേറ്റുന്നില്ല. Therefore, he is extending times and seasons. അതുകൊണ്ട് കാലങ്ങളെയും സമയങ്ങളെയും അവൻ നമുക്ക് ദീർഘിപ്പിച്ചു തരുന്നു. He will not be extending forever. എന്നേക്കുമായി തുടർച്ചയായി അവൻ നീട്ടുകയില്ല. We are called in the last moment of this day. ഈ ദിവസത്തിന്റെ അന്ത്യ നിമിഷത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നു. Jesus told there is a 12 hours for day, 12 hours for night. യേശു ഇപ്രകാരം പറഞ്ഞുവല്ലോ, പകലിന് 12 മണിക്കൂർ നാഴികയുണ്ട്, രാത്രിക്കും 12 നാഴികയുണ്ട്. Or in other words, there is a set time for grace period. അല്ല എങ്കിൽ കൃപായുഗത്തിന് നിയമിക്കപ്പെട്ട ഒരു കാലയളവുണ്ട്. That period only, grace period will remain. ആ സമയ കാലയളവിൽ മാത്രമേ കൃപായുഗം നിലനിൽക്കുകയുള്ളൂ. After that, grace period will come to an end. അതിനുശേഷം കൃപായുഗത്തിന് ഒരു അവസാനമുണ്ടാകും. In the book of Matthew chapter 20, when we read, മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ here Jesus spoke a parable. ഇവിടെ യേശു ഒരു ഉപമ പ്രസ്താവിക്കുന്നു. It is more than a parable, it is connected with our life. അത് ഉപമയേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. The kingdom of heaven is likened to a man that is an householder, which went out early in the morning to hire laborers unto his vineyard. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. When he had agreed with the laborers for a penny a day, he sent them into his vineyard. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. He went about on the 3rd hour and saw others standing idle in the marketplace and said unto them, Go ye and also into the vineyard, and whatsoever is right I will give unto you. And they went their way. 3-ാം മണി നേരത്തും പുറപ്പെട്ട് മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. He went again out by 6th and 9th hour and did likewise. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. Again he went on the 11th hour. പിന്നീട് വീണ്ടും 11-ാം മണി നേരത്തും ചെന്നു. He went out അവൻ പുറത്ത് കടന്നു ചെന്ന് and found others standing idle, മറ്റു ചിലർ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. and saith unto them, Why stand ye here all the day idle? നിങ്ങൾ ഇവിടെ പകൽ മുഴുവനും മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. They said unto him, Because no man hath hired us. അവർ അവരോട് ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായകൊണ്ട് എന്ന് പറഞ്ഞു. He saith unto them, Go ye also into the vineyard, and whatsoever is right, that shall ye receive. നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. ന്യായമായത് നൽകി തരാമെന്നും പറയുന്നു. The people, those who are invited in the 11th hour, we can compare with them, or even unto the 11th hour, 59th minute, who are called, in that category we can connect with us. 11-ാം മണി നേരത്ത് വിളിക്കപ്പെട്ടവരോട് അല്ലെങ്കിൽ 11-ാം മണി അല്ലെങ്കിൽ 59 മിനിറ്റ് ആയപ്പോൾ വിളിക്കപ്പെട്ടവരോട് നമ്മുടെ ജീവിതമായി തുലനം ചെയ്യുവാൻ നമുക്ക് കഴിയും. We are in the category of people who are called in the 11th hour, 59th minute. നാം 11-ാം മണി നേരം 59-ാം മിനിറ്റിൽ വിളിക്കപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടുന്നവരാകുന്നു. This is day, ഇത് പകൽ സമയം. but night is about to come. എന്നാൽ രാത്രി വരാറായി. Any time night may start. ഏത് സമയം രാത്രി ആരംഭിക്കും. In such a way, we are an intervening time of day and night. ഇപ്പോൾ നാം പകലും രാത്രിയും ഇടകലർന്ന അന്ത്യനിമിഷത്തിൽ കുറിക്കപ്പെട്ട നേരത്തിൽ നാം ആയിരിക്കുന്നു. Darkness is trying to overwhelm. ഇപ്പോൾ അന്ധകാരം വെളിച്ചത്തെ കീഴടക്കുവാൻ ശ്രമിക്കുന്നു. Darkness and gross darkness is coming step by step. ഇപ്പോൾ അന്ധകാരവും കൂരിരുട്ടും പടിപടിയായി കടന്നു വരുന്നു. Sins are abounding. പാപം വർദ്ധിച്ചു വരുന്നു. Wickedness is abounding. ദുഷ്ടത പെരുകുന്നു. Bloodshed is abounding. രക്തച്ചൊരിച്ചിൽ വർദ്ധിക്കുന്നു. All type of demonic works are abounding. എല്ലായിടത്തും അന്ധകാര പ്രവർത്തികൾ വർദ്ധിക്കുന്നു. One way, it's look like in the time of tribulation, ഒരു വശത്ത് നോക്കുകയാകുന്നതിൽ ഉപദ്രവകാലം പോലെ തോന്നിപ്പോകുന്നു. or just a beginning time of tribulation it appears. അല്ലെങ്കിൽ ഉപദ്രവകാലത്തിന്റെ പ്രാരംഭഘട്ടം പോലെ തോന്നിപ്പോകുന്നു. But many a time we don't understand the times and we are wasting our life. എന്നാൽ പലപ്പോഴും നമുക്ക് സമയങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെ നാം വൃഥാവാക്കുന്നു. It is day. ഇത് പകൽ സമയം. While it is day, we have to work. എന്താകുന്നു ഇത് പകൽ സമയമായിരിക്കുന്നത്? ഈ സമയത്ത് നാം പ്രവർത്തിക്കേണ്ടതിന്. For a blind man, day itself is night for him. ഒരു അന്ധനെ സംബന്ധിച്ച് പകൽ സമയം തനിക്ക്
രാത്രി പോലെയാകുന്നു. Day also night for him, night also night for him. പകൽ തനിക്ക് രാത്രി പോലെ, രാത്രിയും തനിക്ക് രാത്രി പോലെ തന്നെ. The person who sleeps also, day also night for him, and night also night for him. ഒരു ഉറങ്ങുന്ന വ്യക്തിക്കും അപ്രകാരം തന്നെ പകൽ തനിക്ക് രാത്രിയാകുന്നു, രാത്രിയും തനിക്ക് രാത്രിയാകുന്നു. And if we have spiritual sleep, നമുക്ക് ആത്മീയമായ ഉറക്കമുണ്ടെങ്കിൽ, or if you are in a dead state, അല്ലെങ്കിൽ നാം മരിച്ച or അവസ്ഥയിലാകുന്നുവെങ്കിൽ, if you are in a blind state, അല്ലെങ്കിൽ അന്ധത പിടിച്ച അവസ്ഥയിലാകുന്നുവെങ്കിൽ, even this daytime will be night for us. ഈ പകൽ സമയവും നമുക്ക് രാത്രി പോലെ ആയിരിക്കും. And if we awake, then only we can see this is the last moment of the day. നാം ഉണരുന്നുവെങ്കിൽ മാത്രമേ ഈ പകലിന്റെ അവസാന മിനിറ്റിൽ നാം ആയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. If we have a bright eyes of understanding, നമുക്ക് നല്ല ശോഭിക്കുന്ന ഹൃദയദൃഷ്ടി ഉണ്ടെങ്കിൽ we can redeem our time. നമ്മുടെ സമയത്തെ നമുക്ക് സൂക്ഷിപ്പാൻ, വീണ്ടെടുക്കുവാൻ കഴിയും. Only those who are awakened position, they can redeem their time. ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ സമയത്തെ തക്കത്തിൽ ഉപയോഗിപ്പാൻ, വീണ്ടെടുക്കുവാൻ കഴിയൂ. In Ephesians chapter 5 verse 16, when we read, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം നാം വായിക്കുമ്പോൾ, redeem the time because the days are evil, it is written. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീനെന്ന് എഴുതിയിരിക്കുന്നു. In Colossians chapter 4 verse 5, when we read, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, walk in wisdom toward them that are without, redeeming the time. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. So how we can redeem our time? അതുകൊണ്ട് സമയത്തെ എപ്രകാരം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയും. Almost 11 hours and 58 minutes have gone from our hands. ഇപ്പോൾ 11 മണിക്കൂറും 58 മിനിറ്റും നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. We have come to the 1 minute. നാം അവസാനത്തെ ആ 1 മിനിറ്റിലേക്ക് വന്നിരിക്കുന്നു. How we can redeem rest of the time? ഇനിയിപ്പോൾ ബാക്കിയുള്ള സമയം നമുക്ക് എങ്ങനെ തക്കത്തിൽ ഉപയോഗിക്കാം? By coming to the Redeemer. നമുക്ക് വീണ്ടെടുപ്പുകാരന്റെ അടുക്കിലേക്ക് വരുന്നതിനാൽ We can't redeem our lost time. നമ്മുടെ നഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് വീണ്ടെടുപ്പാൻ നമുക്ക് കഴിയുകയില്ല. But our Savior's name is Redeemer. എന്നാൽ നമ്മുടെ രക്ഷിതാവിന്റെ പേർ തന്നെ വീണ്ടെടുക്കുന്നവൻ എന്നാകുന്നു. He not only redeems us, നമ്മെ വീണ്ടെടുക്കുക എന്ന് മാത്രമല്ല, He redeems our lost time also. നമുക്ക് നഷ്ടപ്പെട്ട സമയത്തെ കൂടെ അവൻ വീണ്ടെടുക്കുന്നു. That is the beauty of our Jesus. അതാകുന്നു നമ്മുടെ യേശുവിന്റെ മനോഹാരിത. When we come to Him, നാം അവന്റെ അടുക്കൽ വരുമ്പോൾ, when we surrender our life, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, when we repent truly, നാം യഥാർത്ഥമായി മാനസാന്തരപ്പെടുമ്പോൾ, what a sinner thing ഒരു പാപി എന്താകും ചിന്തിക്കുന്നത്? when a salvation message is preached unto him, ഒരു രക്ഷാദൂത് എനിക്ക് നൽകപ്പെടുമ്പോൾ, I can enjoy this world at the most. എനിക്ക് ഈ ലോകത്തെയും ഏറ്റവും അധികം ആസ്വദിപ്പാനും കഴിയും. Last moment I will receive Jesus. അവസാന നിമിഷത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കും. Thus I can enjoy this world as well as I can get heaven. അങ്ങനെ താൻ ചിന്തിക്കുന്നത്, ഇങ്ങനെ ഈ ലോകത്തെ എനിക്ക് ആസ്വദിപ്പാൻ കഴിയും, സ്വർഗത്തെയും എനിക്ക് കരസ്ഥമാക്കുവാൻ കഴിയും. But when a person come to Jesus truly, എന്നാൽ യഥാർത്ഥമായ ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ, when he receives him as a personal savior, തന്റെ സ്വന്തം രക്ഷിതാവായ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, what pain comes in his heart? എന്താകും തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന അതിവേദന? I lost my all past years without knowing God. എന്റെ കഴിഞ്ഞകാല വർഷങ്ങളൊക്കെയും സംവത്സരങ്ങളൊക്കെയും ദൈവത്തെ അറിയാതെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. Without studying the word of God, I lost it. ദൈവജനത്തെ പഠിക്കാതെ എനിക്കത് നഷ്ടപ്പെട്ടു പോയി. Without praying, I lost it. പ്രാർത്ഥിക്കാതെ അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. Without enjoying this love, I lost it. ഈ സ്നേഹത്തെ ആസ്വദിക്കാതെ എനിക്കത് നഷ്ടപ്പെട്ടു പോയി. Why I lived a foolish life. ഞാൻ എന്തൊരു മൂഢനെ പോലെ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു? In Lucknow, while I was serving, ലക്നോവിൽ ഞാൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യവേ, and there was a brother called Benedict, and he was 83 years old then. അവിടെ ബെനഡിക്ട് എന്നൊരു പിതാവ് ഉണ്ടായിരുന്നു. തനിക്ക് 83 വയസ്സായിരുന്നു അപ്പോൾ പ്രായം. That time he came to salvation. അപ്പോഴാകും താൻ രക്ഷയിലേക്ക് വന്നത്. He was a Methodist believer, താൻ ഒരു മെത്തഡിസ്റ്റ് വിശ്വാസിയായിരുന്നു. but without knowing God, he lived all the 83 years. എന്നാൽ 83 വർഷവും ദൈവത്തെ അറിയാതെ താൻ ജീവിച്ചു. In the year 83rd, he received Jesus and took baptism. എന്നാൽ 83-ാം വയസ്സിൽ താൻ യേശുവിനെ സ്വീകരിച്ച് ജലസ്നാനം സ്വീകരിച്ചു. His eyes used to bulge outside. തന്റെ കണ്ണ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുക പതിവായിരുന്നു. With that very hardship, he used to read Bible holding like this. ഇങ്ങനെ കയ്യിൽ ഏന്തി പിടിച്ചുകൊണ്ടാകുന്നു, വളരെ കഠിനമായി വളരെ പ്രയത്നത്തോടു കൂടിയാകുന്നു ദൈവവചനം വായിക്കുന്നത്. One word to read, he used to move his Bible like this. ഒരു വചനം വായിക്കേണ്ടതിന് തന്റെ വേദപുസ്തകം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താൻ നീക്കണം. When he used to come to Faith Home or when we visit, he used to cry and cry. ഞങ്ങൾ വിശ്വാസ ഭവനത്തിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഭവനത്തിൽ സന്ദർശിക്കുമ്പോൾ താൻ ഇങ്ങനെ ഇരുന്ന് കരയും. I lost my time. എന്റെ സമയം എനിക്ക് I നഷ്ടപ്പെട്ടു. wasted my time. എന്റെ സമയത്ത് ഞാൻ വൃഥാവാക്കി. And he never said, I enjoyed my life. Now I am enjoying Christian life.
എന്റെ ജീവിതത്തെ ഞാൻ ആസ്വദിച്ചു, ഇപ്പോൾ ഞാൻ ക്രിസ്തീയ ജീവിതത്തെ ആസ്വദിക്കുന്നു എന്നല്ല താൻ പറഞ്ഞത്. I wasted my life. എന്റെ ജീവിതത്തെ വൃഥാവാക്കി. 83 years I wasted. 83 വർഷം ഞാൻ വൃഥാവാക്കി. But at the same time, എന്നാൽ അതേ സമയം God has forgiven all his past life. എന്നാൽ തന്റെ കഴിഞ്ഞകാല ജീവിതത്തെ മുഴുവനായി ദൈവം ക്ഷമിച്ചു കൊടുത്തു. As if he found Christ in his childhood, God has made a difference in his life. He born in the year of 83 in Christ. താൻ ബാല്യപ്രായത്തിൽ തന്നെ യേശുവിനെ കണ്ടുമുട്ടിയതുപോലെ തന്നെ തന്റെ 83-ാം വയസ്സിൽ അങ്ങനെ ഒരു പ്രക്രിയ യേശു തന്റെ ജീവിതത്തിൽ ചെയ്തു. That was the day of birth. അതായിരുന്നു തന്നെ സംബന്ധിച്ച് ജനന ദിവസം. Few years he lived, ചില വർഷങ്ങൾ മാത്രം താൻ ജീവിച്ചു, lived a faithful life. ഒരു വിശ്വസ്ത ജീവിതം താൻ നയിച്ചു. In that, whatever time he got it, he utilized it. തനിക്ക് അതിൽ ലഭിച്ച സമയത്തെ മുഴുവനായി താൻ പ്രയോജനപ്പെടുത്തി. Each and every day, what he faithfully lived, it was counted as 1,000 years in his life. തന്റെ ജീവിതത്തിൽ താൻ ഓരോ ദിവസവും വിശ്വസ്തയോടെ ചെയ്തത് തന്റെ ജീവിതത്തിൽ അത് 1000 വർഷം എന്ന് ദൈവം കണക്കാക്കി. Therefore, the word of God says, അതുകൊണ്ട് തിരുവചനം നമ്മോട് ഇപ്രകാരം പറയുന്നു, one day in the house of God, ദൈവത്തിന്റെ ആലയത്തിൽ കഴിക്കുന്ന ഒരു ദിവസം. 84:10 when we read, 84-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യം നാം for a day in thy courts is better than 1,000. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ. So after salvation, if a person faithfully, if he spend one day in the presence of God, അതുകൊണ്ട് രക്ഷ നേടിയതിനു ശേഷം ഒരു വ്യക്തി വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ ഒരു ദിവസം ചെലവഴിക്കുന്നുവെങ്കിൽ it is equivalent to 1,000 days. അത് 1000 ദിവസത്തോട് തന്നെ ഒത്തതാകുന്നു. He might have wasted 40 years. താൻ 40 വർഷം വൃഥാവാക്കി കളഞ്ഞത് കാണും. That God erased from his book. തന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം അത് മായ്ച്ചു കളഞ്ഞിരിക്കും. All his sins are erased. തന്റെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയും. Past life is erased. തന്റെ ഭൂതകാലം ജീവിതം ദൈവം മായ്ച്ചു കളഞ്ഞു. The day of salvation counted as birth. രക്ഷാദിനം തന്റെ ജനന ദിവസമെന്ന് ദൈവം കണക്കാക്കുന്നു. Every day God counted as 1,000 day in his life. തന്റെ ജീവിതത്തിൽ പിന്നീടുള്ള ഓരോ ദിവസവും ദൈവം കണക്കാക്കുന്നത് 1000 ദിവസത്തിന് That's തുല്യമാണ്. why our life is precious. അതുകൊണ്ടാകുന്നു നമ്മുടെ ജീവിതം ഏറ്റവും വിലയേറിയപ്പെട്ടത്. Each and every moment is precious. ഓരോ അനുനിമിഷവും അത് ഏറ്റവും വിലയേറിയപ്പെട്ടത്. Whatever action we do, it is precious. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് വിലയേറിയപ്പെട്ടത്. We by ourselves, we can't do that. നാം സ്വയമേ അത് നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. But our God does it. എന്നാൽ നമ്മുടെ ദൈവം അത് ചെയ്യുന്നു. Because he is a redeemer. He redeems and gives, and he adds into our account as if we lived many thousands or thousands and thousands of days in this world. താൻ ഒരു വീണ്ടെടുപ്പുകാരനാകുകൊണ്ട് അവൻ അത് വീണ്ടെടുത്ത് നമ്മുടെ കയ്യിലേക്ക് വീണ്ടും നൽകി തരുന്നു. അതുകൊണ്ട് തന്നെ 1000 ദിവസം ഈ ലോകത്തിൽ അവന് വേണ്ടി ജീവിച്ചതുപോലെ അവൻ അതിനാൽ കണക്കാക്കുന്നു. In their life, all things turn out as a good thing for them. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. In daytime, പകൽ സമയത്ത് we can understand where we are going. നാം എവിടേക്ക് പോകുന്നുവെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ In John the Gospel chapter 12:35 when we read, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം നാം വായിക്കുമ്പോൾ, Jesus said unto them, yet a little while is the light with you, walk while ye have light, the darkness come upon you, for he that walketh in darkness knoweth not whither he goeth. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. If we have a bright understanding, we can understand about our way and we can correct ourselves. നമുക്ക് ഒരു നല്ല പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമ്മുടെ പാതയെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ പാതയെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. Those who are in darkness, they can't correct their way. അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പാതയെ ക്രമപ്പെടുത്തുവാൻ കഴിയുകയില്ല. If we are correcting our way, that means we are in day. നാം വഴിയെ ക്രമപ്പെടുത്തുന്നവരെങ്കിൽ നാം പകൽ സമയത്ത് ആയിരിക്കുന്നു. If you are not correcting, already we entered into darkness. നാം ക്രമം തെറ്റുതിരുത്തുന്നില്ല എങ്കിൽ നാം അന്ധകാരത്തിൽ ഇതിനോടകം പ്രവേശിച്ചിരിക്കുന്നു. Daytime, we can do something within the time, we can hasten that work and finish it. പകൽ സമയത്ത് ചില പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല പകൽ സമയത്തിനുള്ളിൽ തന്നെ പ്രവൃത്തി വേഗത്തിൽ തികപ്പാനും നമുക്ക് കഴിയുന്നു. In Ecclesiastes chapter 9 verse 10 when we read, സഭാപ്രസംഗി 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, whatsoever thy hand findeth to do, do it with thy might. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. For there is no work, nor device, nor knowledge, nor wisdom in the grave whither thou goest. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. Or when you go to the darkness, there is no device, no wisdom, and no knowledge, nothing. After that, you can't do anything.
അതിന്റെ അർത്ഥം നാം ശവക്കല്ലറയിൽ അല്ലെങ്കിൽ മരണത്തിൽ പോയതിനു ശേഷം അവിടെ ഒരു പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. Even in our life, നമ്മുടെ ജീവിതത്തിലും entire life when we take as a 60 years, നമ്മുടെ മുഴുവൻ ജീവിത കാലഘട്ടം 60 വയസ്സെന്ന് നാം എടുക്കുന്നുവെങ്കിൽ each day around 8 hours we sleep. ഓരോ ദിവസവും ഏറെക്കുറെ 8 മണിക്കൂർ നാം ഉറങ്ങുന്നു. And for our take rest and other things, we take 8 hours. നാം വിശ്രമിക്കുന്നതിനും മറ്റും 8 മണിക്കൂർ നാം From our childhood to our 60 years. ബാല്യപ്രായം മുതൽ 60 വയസ്സ് വരെ. And by that we can count it, and it is a 1/3 of the day. When we calculate with our entire age, 20 years goes for our rest. അത് കണക്കുകൂട്ടി വരുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തിന്റെ 1/3 അംശമാകുന്നുവല്ലോ, അത് നമ്മുടെ ജീവിതകാലം മുഴുവനും കൂട്ടുകയാകുന്നതിന് 20 വർഷം ഇതിനു വേണ്ടി വിശ്രമത്തിന് വേണ്ടി നാം ചെലവഴിക്കും. So directly 20 years we lost it. നേരിട്ട് തന്നെ 20 വർഷം നമുക്ക് നഷ്ടമായിരിക്കും. For studies and our job and other 8 to 10 hours. വിദ്യാഭ്യാസത്തിനും ജോലിക്കും മറ്റും 8 മുതൽ 10 മണിക്കൂർ വരെ. Another 20 years gone. വീണ്ടും ഒരു 20 മണിക്കൂർ പോയിരിക്കുന്നു. For our personal things and travelings, food and entertainments, games and other things, in that another 10 years gone. പിന്നീട് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക്, നമ്മുടെ വിനോദം, പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെയും കൂടെ 8 മുതൽ വീണ്ടും ബാക്കിയുള്ള സമയം പോയിരിക്കുന്നു. Only very little time left for us. പിന്നീട് കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. That also we are wasting in this. അതും നാം വൃഥാവാക്കുന്നു. But we have to have the wisdom of God. എന്നാലോ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം ഉണ്ടാകണം. Jesus had 2 types of disciples. യേശുവിന് 2 തരത്തിലുള്ള ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. Some disciples always with him. ഒരു കൂട്ടം ശിഷ്യന്മാർ എപ്പോഴും തന്നോട് കൂടെ കാണപ്പെട്ടു. Some only on night time they used to come to Jesus. ചിലരാകുന്നവൻ രാത്രിയിൽ മാത്രമേ യേശുവിന്റെ അടുക്കൽ വരൂ. They feared about Jews. അവർ യഹൂദന്മാരെ പേടിച്ച പ്രകാരം. In John the Gospel 3rd chapter when we read, we can read about Nicodemus. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം പ്രാരംഭ വാക്യത്തിൽ നിക്കോദെമോസ് എന്നൊരു വ്യക്തിയെ കുറിച്ച് നാം അവിടെ He was a Pharisee. താൻ ഒരു പരീശനായിരുന്നു. At night time he came to Jesus. രാത്രിയിൽ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. In John the Gospel 19th chapter when we read, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം നാം വായിക്കുമ്പോൾ here we can read about another disciple, ഇവിടെ നമുക്കൊരു മറ്റൊരു ശിഷ്യനെ കാണുവാൻ കഴിയുന്നു. Joseph of Arimathea. അരമത്യനായ യോസെഫ്, being a disciple of Jesus but secretly for the fear of the Jews. എന്നാൽ യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായ അരിമത്യയിലെ He used യോസേഫ് to meet Jesus only night time. രാത്രിയിൽ മാത്രമേ യേശുവിനെ സന്ദർശിക്കുകയുള്ളൂ. Never he met Jesus daytime. പകൽ സമയത്ത് ഇദ്ദേഹം യേശുവിനെ സന്ദർശിക്കുകയില്ല. When Jesus died, he came there. എന്നാൽ യേശു മരിച്ചപ്പോൾ താൻ അവിടെ വന്നു. He had no blessing in his life. തന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടായില്ല. Like other disciples, his name was not revealed unto others. മറ്റുള്ള ശിഷ്യന്മാരെ പോലെ തന്റെ പേര് കാണപ്പെടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തന്റെ ശിഷ്യനായി അറിയിക്കപ്പെട്ടത്. This is the first and last place his name is mentioned. ഇവിടെയാകുന്നു ഒന്നാമത്തതും അവസാനത്തുമായി തന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. Many are secretly they are following God. പലരും രഹസ്യമായാകുന്നു ദൈവത്തെ പിൻഗമിക്കുന്നത്. Daytime they are not following. പകൽ സമയത്ത് പിൻഗമിക്കുന്നില്ല. They want to follow Jesus, but they want to follow him in darkness. അവർ യേശുവിനെ പിൻഗമിപ്പാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ രാത്രിയിലാകുന്നു പിൻഗമിപ്പാൻ ആഗ്രഹിക്കുന്നു. If it is day, we won't stumble, the word of God says. പകൽ സമയത്താകുന്നുവെങ്കിൽ നാം ഇടറിപ്പോകയില്ല. John 11:9 when we read, യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം, Jesus answered, are there not 12 hours in a day? If any man walk in the day, he stumbleth not, because he seeketh the light of this world. അതിന് യേശു പകലിന് 12 മണി നേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. Because he seeth the light of the day, he won't stumble. പകൽ സമയത്ത് വെളിച്ചം താൻ കാണുന്നത് കൊണ്ട് ഇടറിപ്പോകുന്നില്ല. If anyone stumble in these days, they are in darkness. ഈ നാളുകളിൽ ആരെങ്കിലും ഇടറിപ്പോകുന്നുവെങ്കിൽ അവർ അന്ധകാരത്തിലാകുന്നു. By seeing believers, by seeing the church, by seeing others, if they say, I am stumbled, they are night time. വിശ്വാസികളെ കണ്ടതുകൊണ്ട്, സഭയെ കണ്ടതുകൊണ്ട് ഇടറിപ്പോകുന്നുവെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അവർ രാത്രിയിൽ ജീവിക്കുന്നവരാണ്. If they are in the daytime, they will look into Jesus, they will set their life right and all the way following Jesus. പകൽ സമയത്താകുന്നു അവർ കാണപ്പെടുന്നുവെങ്കിൽ യേശുവിനെ നോക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി യേശുവിന്റെ അടുക്കലേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. For some, all of a sudden night starts. ചിലരെ സംബന്ധിച്ചാകുന്നെങ്കിൽ പെട്ടെന്ന് രാത്രി ആരംഭിക്കുന്നു. Grace period comes to an end all of a sudden. കൃപായുഗം പെട്ടെന്ന് അവസാനിക്കുന്നു. Death happens, മരണം സംഭവിക്കുന്നു, or sickness comes, അല്ലെങ്കിൽ രോഗം കടന്നു വരുന്നു, or some accident happens. അല്ലെങ്കിൽ ചില അപകടങ്ങൾ സംഭവിക്കുന്നു. They think they are in the middle of the day. അവർ വിചാരിക്കുന്ന നല്ല ഉച്ച സമയത്ത് അവർ ആയിരിക്കുന്നുവെന്ന്. There are many more hours before me. അനേക മണിനേരം മുമ്പിലുണ്ടെന്ന് അവർ But ചിന്തിക്കുന്നു. all of a sudden, their
day become dark. എന്നാൽ പെട്ടെന്ന് തന്നെ അവരുടെ പകൽ ഇതാ ഇരുട്ടായി തീരുന്നു. Jeremiah chapter 15 verse 9 when we read, യെരമ്യാ പ്രവാചക പുസ്തകം 15-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, she that hath borne 7 languisheth, she hath given up the ghost. Her sun is gone down while it was yet day. 7 മക്കളെ പ്രസവിച്ചവൾ ക്ഷീണിച്ച് പ്രാണനെ വിട്ടിരിക്കുന്നു. അവളുടെ സൂര്യൻ പകൽ തീരും മുമ്പേ അസ്തമിച്ചു പോയി. How? What happened? എങ്ങനെ, എന്താകും സംഭവിച്ചത്? She was guessing a lot of time before her. അവൾ ഇങ്ങനെ അനുമാനിച്ച് ഊഹിച്ചുകൊണ്ടിരുന്നു അധിക സമയം എന്റെ മുമ്പിൽ ഉണ്ട് എന്ന്. While it was day, sun abruptly become dark. എന്നാൽ അവൾ പകൽ എന്ന് ചിന്തിച്ച വേളയിൽ തന്നെ സൂര്യൻ ഇതാ പെട്ടെന്ന് അസ്തമിച്ചു. Dear children of God, പ്രിയ ദൈവമക്കളേ, Isaiah 60 verse 2 when we read, യെശയ്യാ പ്രവാചക പുസ്തകം 60-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ, behold, the darkness shall cover the earth, and gross darkness the people, but the Lord shall rise upon thee, and his glory shall be seen upon thee. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ Yes, തേജസ്സ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. darkness is coming like anything. അതേ, കൂരിട്ട് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. Just few months before of this COVID started, അല്ലെങ്കിൽ ഈ കോവിഡ് ആരംഭിച്ചത് ചില മാസങ്ങൾക്ക് മുൻപ് one sister told a vision which she has saw. ഒരു സഹോദരി കണ്ട ദർശനത്തെ കുറിച്ച് ആ സഹോദരി പറഞ്ഞു. She told God saw that world map. ദൈവം തന്നെ ആ സഹോദരിയെ ലോകത്തിലെ ഭൂപടം കാണിച്ചുവെന്ന് താൻ പറഞ്ഞു. In that India, it was very visible. ഇന്ത്യ എനിക്ക് നല്ല വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. Gross darkness, it is covering that entire land slowly. പിന്നീട് നോക്കുമ്പോൾ കൂരിട്ട് ആ ദേശത്തെ മുറ്റും ക്രമേണയായി And മൂടിക്കൊണ്ടിരുന്നു. she could not see that world map. പിന്നീട് ആ ഭൂപടം കാണുവാൻ കഴിഞ്ഞില്ല. As if night happened, that whole picture was covered by darkness. രാത്രി വന്നതുപോലെ ആ ഭൂപടം മുഴുവനും ഇരുട്ടിനാൽ നിറയപ്പെട്ടു. After that, COVID started. അതിനുശേഷം കോവിഡ് ആരംഭിച്ചു. See now how it is. നോക്കുക ഇപ്പോൾ എങ്ങനെയാകുന്നു. There is no worship. ആരാധനയില്ല, People are dying without hope. പ്രത്യാശയില്ലാതെ ജനങ്ങൾ മരിച്ചു. And that gross darkness covered every hearts and minds. എല്ലാ ഹൃദയങ്ങളെ മനസ്സിലെ കൂരിട്ട് They പിടിച്ചിരിക്കുന്നു. have fear, അവർക്ക് ഭയമുണ്ട്, fear of death. മരണഭയമുണ്ട്. No hope before them. അവർക്ക് മുമ്പിൽ പ്രത്യാശയ്ക്ക് വകയില്ല. Gross darkness is covering the world. കൂരിട്ട് ഭൂമിയെ മൂടുന്നു. But there is a promise for us. എന്നാലോ നമുക്കൊരു വാഗ്ദത്തമുണ്ട്. God will shine upon us. യഹോവ നമ്മുടെ മേൽ ഉദിക്കും. So while it is day, we have to work the work of God. We have to do the will of God. അതുകൊണ്ട് പകൽ സമയത്ത് നാം ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം നാം ചെയ്യണം. If any man walk in darkness, he will stumble. ഒരുവൻ ഇരുട്ടിൽ നടക്കുന്നുവെങ്കിൽ അവൻ ഇടറും. That night time will not be like this time. ആ രാത്രി എന്നത് ഇപ്പോഴുള്ള സമയം പോലെ ആയിരിക്കും. There won't be any worship. അവിടെ ഒരു ആരാധന ഉണ്ടാകുകയില്ല. We can't hear the word of God. ദൈവജനത്തെ നമുക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. We can't have any blessings. ഒരു അനുഗ്രഹവും നമുക്ക് ഉണ്ടാകുകയില്ല. That time we can't get answers for our prayers. പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരവ് ലഭിക്കുകയില്ല. It will be very different. ഏറ്റവും തികച്ചും വ്യത്യസ്തമാണ്. Few months we have seen it. നാം ചില മാസങ്ങൾ അത് കണ്ടുവല്ലോ. Again it is going to come very soon. എത്രയും വേഗം വീണ്ടും ഇതാത് കടന്നു വരുവാൻ. We have to pray this daytime to continue till the coming of the Lord. ഈ പകൽ സമയം കർത്താവിന്റെ വരവോളം തുടരേണ്ടതിനായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. We have to give glory to God. നാം ദൈവത്തിന് മഹത്വത്തെ കൊടുക്കണം. Because he has kept us in this daytime, we have to give glory to God. ദൈവം നമ്മെ പകൽ സമയത്ത് വെച്ചിരിക്കൊണ്ട് നാം ദൈവത്തിന് മഹത്വത്തെ കൊടുക്കണം. In Jeremiah chapter 13-16, when we read, യെരമ്യാ പ്രവാചക പുസ്തകം 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നാം വായിക്കുമ്പോൾ, give glory to the Lord your God before he cast darkness and before your feet stumble upon the dark mountains, and while ye look for light, and he turn into the shadow of death and make it gross darkness. അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ, അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കുക, അവൻ അന്ധത തമസ്സും കൂരിട്ടും വരുത്തും. Yes, dear child of God, അതേ പ്രിയ ദൈവത്തിലെ we have to pray. നാം പ്രാർത്ഥിക്കണം. We have to do the works of God. ദൈവത്തിന്റെ പ്രവൃത്തികൾ നാം ചെയ്യണം. We must be thankful to the Lord. We have to praise God also. നാം ദൈവത്തിന് നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തുതി അർപ്പിക്കണം. Now itself, we have to collect the things which is for us. നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ ഇപ്പോൾ തന്നെ നാം സ്വരൂപിക്കണം. Like an ant, we have to gather in the summer. ഉറുമ്പിനെ പോലെ വേനൽ സമയത്ത് നാം സ്വരൂപിക്കണം. In the daytime itself, we have to accumulate for our spiritual life. പകൽ സമയമുള്ള കാലത്ത് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി ഉള്ളത് നാം സ്വരൂപിക്കണം. Night time, we can't accumulate. രാത്രിയിൽ നമുക്ക് ഇങ്ങനെ സ്വരൂപിപ്പാൻ We can't go to the presence of God. ദൈവസന്നിധിയിലേക്ക് പോകുവാൻ നമുക്ക് കഴിയുകയില്ല. There is night comes. ഇതാ രാത്രി വരാറായി. There is no word of God will be given. അവിടെ ദൈവവചനം അപ്പോൾ നൽകപ്പെടുകയില്ല. Amos 8:11 when we read, behold, days come, say the Lord, that I will send famine in the land, not the famine of bread, not thirst of water, but hearing of the word of the Lord.
ആമോസ് പ്രവാചക പുസ്തകം 8-11 അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു. Other side, literally dark period is coming. ഇതാ മറുവശത്ത് നോക്കുമ്പോൾ ശരികമായി തന്നെ കുരുട്ട് കടന്നു വരും. Tribulation, ഉപദ്രവകാലം, great tribulation. മഹോപദ്രവകാലം. There no one can be saved. ആ കാലഘട്ടത്തിൽ ആർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല, No one get healing. ആർക്കും സൗഖ്യമുണ്ടാകുകയില്ല. Let us all close our eyes. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. While it is day, let us work. പകൽ സമയത്ത് തന്നെ നമുക്ക് പ്രവർത്തിക്കാം. Literally, we may see day and night. അക്ഷരികമായി ഒരുപക്ഷെ നാം പകലും കണ്ടേക്കാം, രാത്രിയും കണ്ടേക്കാം. But in the presence of God, till the grace period ends, it is day period. എന്നാൽ ദൈവസന്നിധിയിൽ കർത്താവിന്റെ വരവരെയും അത് കൃപായുഗമാകുന്നു. So with all our heart, അതുകൊണ്ട് മുഴു ഹൃദയത്തോടെ, with all our mind, നമ്മുടെ മുഴു ശക്തിയോടെ, and with all our might, നമ്മുടെ മുഴു ബലത്തോടെ let us ask the Lord. കർത്താവിനോട് നമുക്ക് യാചിക്കാം. Let us come to God. ദൈവത്തിന്റെ അടുക്കലേക്ക് വരാം. Like Jesus, let us get revelation. യേശുവിനെ പോലെ നമുക്കൊരു വെളിപ്പാടുണ്ടാകട്ടെ. Let us get all the blessings upon our life. എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാം. Behold, night is far approaching. ഇതാ രാത്രി വരാറായി. It is very soon, it is going to come all of a sudden. എത്രയും വേഗം പൊടുന്നനെ പെട്ടെന്ന് അത് വരുവാൻ പോകുന്നു. Let us all surrender ourselves. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. May the Lord give us grace to utilize our time and perfect holiness with the fear of God. സമയത്തെ തക്കത്തിൽ പ്രയോജനത്തെ കൊണ്ട് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികപ്പാൻ ദൈവം നമ്മെ അവരെ സഹായിക്കുമാറാകട്ടെ. எழுந்து சோபிப்பின் தீபம் தெளிவிப்பின் பறந்து போகார் காலமேற்றம் அடுத்து வருநிதா வானில் பறந்து வருநிதா எழுந்து சோபிப்பே தீபம் This is not the time to sleep. ഇത് ഉറങ്ങുവാനുള്ള സമയമല്ല. This is not the time to sleep like others. മറ്റുള്ളവരെ പോലെ ഉറങ്ങുവാനുള്ള സമയം അല്ല ഇത്. Let us arise and do the work of God. നമുക്ക് എഴുന്നേറ്റ് ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാം. Let us do the will of God. ദൈവഹിതം നമുക്ക് Let us please the Lord. ദൈവത്തെ പ്രസാദിപ്പിക്കാം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us praise God. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. And let us walk before God. ദൈവത്തിന് മുൻപാകെ നമുക്ക് നടക്കാം. And let God give us grace, Father. Let's all praise Him. ദൈവം നമുക്ക് അതിന് കൃപ നൽകേണ്ടതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Our God can give our lost time. He can redeem our lost times. നമ്മുടെ ദൈവത്തിന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെ വീണ്ടെടുത്ത് തരുവാൻ കഴിവുണ്ട്. And if you sincerely do the will of God, പരമാർത്ഥമായ ദൈവഹിതത്തെ ചെയ്യുന്നുവെങ്കിൽ, sincerely follow the Lord, പരമാർത്ഥമായ ദൈവത്തെ പിന്തുടരുന്നുവെങ്കിൽ, each and every day will turn out as 1,000 days for us. ഓരോ ദിവസവും നമ്മെ സംബന്ധിച്ച് 1000 ദിവസമായി മാറും. So we have to use each and every day with utmost carefulness. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടെ തന്നെ ഓരോ ദിവസവും നാം പ്രയോജനപ്പെടുത്തണം. Let God give us grace, Father. Let's all praise God. ദൈവം നമുക്ക് അതിന് കൃപ നൽകേണ്ടതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. God must keep everyone center of His will. Father, let's praise Him. ദൈവം എല്ലാവരെയും തിരുഹൃദയത്തിന് മധ്യേ സൂക്ഷിക്കണം, അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Let's pray. പ്രണാസമനായ ദൈവമേ, നല്ല പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സമയങ്ങളിലാം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ ഒരു കൃപയുടെ കരങ്ങളിൽ കാത്തു പരിപാലിച്ച് ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന സമയത്തിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാലോ സ്തോത്രം. പാട്ടുപാടി കർത്താവിൽ സന്തോഷിച്ച് ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചതിനാലോ സ്തോത്രം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ആളുകൾ അധികം ഉണർവുള്ളവരായി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തി ജീവിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയവർത്തനയ്ക്ക് ആവശ്യമായ സ്വർഗീയാലോചന തിരുവചനത്തോടെ ഞങ്ങളെ കേൾപ്പിച്ചതിനാലോ സ്തോത്രം ചെയ്യുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നെന്ന് കർത്താവിന്റെ വചനപ്രകാരം യേശു തനിക്ക് നിയമിക്കപ്പെട്ടതായ സമയത്ത് കർത്താവ് പിതാവിനോട് ആലോചന ചോദിച്ച് പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്തതുപോലെ ഞങ്ങൾക്ക്
നിയമിക്കപ്പെട്ടതായ നാളുകൾ കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുവാൻ, ദൈവോദ്ദേശം പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ തക്കൊണ്ട് ദൈവം സഹായിക്കണമേ. കൃപയുടെ കാലം കഴിയുന്നതിന് മുമ്പേ കർത്താവ്, അന്ധകാരവും കൂരിട്ടും കടന്നു വരുന്നതിന് മുമ്പേ കർത്താവ് ഞങ്ങൾക്ക് നൽകിത്തരുന്നതായ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ, ജ്ഞാനമുള്ളവരായി ജീവിപ്പാൻ, ഉണർവുള്ളവരായി ജീവിപ്പാൻ തക്കൊണ്ട് നിങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കാതെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ സകല അനുഗ്രഹങ്ങളും വീണ്ടെടുക്കുവാൻ തക്കൊണ്ട് ദൈവത്തിന്റെ കൃപ നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നല്ല പരിജ്ഞാനമുള്ളവരായി ഞങ്ങളുടെ പാതയെ ഓരോ നിമിഷവും ക്രമപ്പെടുത്തുവാൻ തക്കൊണ്ട് ഞങ്ങൾ കൃപ തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഇന്ന് ആളുകൾ ഞങ്ങൾ കർത്താവിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾ കൃപ നൽകി തരണമേ. കേട്ടതായ വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി നന്മയായി തീരുവാൻ, അതിന് പ്രകാരം ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കർത്താവിന്റെ കൃപയിൽ തുടർന്ന് സൂക്ഷിക്കണമേ. എല്ലാവരുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ ആത്മാവിനായി ഞങ്ങൾ നിറയ്ക്കണമേ. തുടർന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഓരോരുത്തരെയും സൂക്ഷിച്ച് ഞങ്ങളുടെ നാളിനായിട്ട് ഒരുക്കി കാത്തുകൊള്ളും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Now may the grace of the Lord Jesus Christ, our Father, and the sweet fellowship of the Holy Spirit rest and abide with us all, now and until Jesus Christ returns in His glory. Hallelujah. 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 Praise the Lord. May God bless you.